ഞങ്ങൾ വളാഞ്ചേരി MES KVM കോളേജിലെ MSc പോളിമർ കെമിസ്ട്രി സ്റ്റുഡൻസ് ആണ്. We are truly grateful to get the opportunity to interview Professor Renuga ma'am, with a distinguished researcher in material science and green chemistry and a recipient of Stanford Elsevier top 2% scientist recognition. With your permission, let us start our interactive section. എന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? പണ്ട് ചെറുതിൽ മുതലാണോ അല്ലെങ്കിൽ ശേഷമാണോ? ചെറുതിൽ മുതലാണോ? അല്ല, ചെറുതിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള, അതായത് നടക്കുന്നാണെങ്കിൽ ഒരു 5 മിനിറ്റ് മാത്രമുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത്. ഗുരുദേവ് വിലാസം LP സ്കൂൾ എന്ന് പറയും. സാധാരണ ഒരു പ്രൈമറി സ്കൂൾ, LP സ്കൂളാണ്. പിന്നെ അതിനുശേഷം ഒരു UP സ്കൂളിലേക്ക് പോയി. പിന്നെ 8, 9, 10 എന്ന് പറയുന്നത് തലശ്ശേരി സേക്രഡ് ഹാർട്ട് സ്കൂൾ കോൺവെന്റിലാണ് പഠിച്ചത്. ഞങ്ങൾ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ പഠിച്ച ആൾക്കാരാണ്. നിങ്ങളന്ന് ജനിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടം എന്ന് പറയുന്നത് ഇറ്റ് വാസ് 88 to 90. നിങ്ങളില്ലല്ലോ. നിങ്ങളുടെ ഇയർ ഓഫ് ബർത്ത് എത്രയാ? 2005, 4 ഒക്കെ. അപ്പം ഞാൻ 90-ൽ പ്രീ ഡിഗ്രി പഠിച്ചതാണ്. പ്രീ ഡിഗ്രി നിർമ്മലഗിരി കോളേജ് കൂത്തുപറമ്പാണ്. ശ്രീനാരായണ കോളേജ് കണ്ണൂരാണ് ഞാൻ PG പഠിച്ചത്. പിന്നെ MPhil ആൻഡ് PhD ഡിഗ്രി നമ്മളുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, വേർ സൗമിനി ഈസ് മൈ ജൂനിയർ, അവിടെയാണ് ചെയ്തത്. പിന്നെ PDF-ന് വേണ്ടിയിട്ട് ഞാൻ 2 സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. ഐ വാസ് കുറച്ചും കൂടെ വീട്ടിനോട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളായതുകൊണ്ട് ഞാൻ പോണ്ടാന്ന് തീരുമാനിച്ചു. പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ ജോലിയൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും വഴിക്കൊക്കെ പോകുമായിരുന്നു. പക്ഷെ ഞാൻ പോയില്ല. അത്രയാണ് എന്താ പറയുക പഠനത്തിനെ കുറിച്ചുള്ളത്. അതിനുശേഷം ഞാൻ 2001-ലാണ് PhD കഴിഞ്ഞത്. 2001 to 2004 ഐ വർക്ക്ഡ് ആസ് എ ഗസ്റ്റ് ലെക്ചറർ ഇൻ എ കോളേജ് നിയർ ബൈ മൈ ഹൗസ്. NA മെമ്മോറിയൽ കോളേജ് എന്ന് പറഞ്ഞാൽ മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു കോളേജിൽ ഞാൻ 3 വർഷം ഗസ്റ്റായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള, അന്ന് ലെക്ചറാണ്, അസിസ്റ്റന്റ് പ്രൊഫസറല്ല, ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തത്. അപ്പോൾ അപ്ലൈ ചെയ്തു, കിട്ടി. നേരെ അപ്പം നമ്മുടെ പെർമനൻറ്റ് ജോലി എന്ന് പറയുന്നത് ഇവിടെയാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള ഒരു ലെക്ചറർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇത് കിട്ടിയപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു. മൂന്നാറിലേക്ക് പോകേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ 2004 മുതൽ ഞാനിവിടെ ഉണ്ട്. ആൻഡ് ഐ ഹാവ് കംപ്ലീറ്റഡ് 21 years ഓഫ് സർവീസ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെൻറ്റ്. അത്രയാണ് കാര്യങ്ങൾ. പിന്നെ ഇനി എന്താ അറിയാനുള്ളത്? താങ്ക് യു മാം. മാമിന് കെമിസ്ട്രി എന്ന സബ്ജക്റ്റിനോട് ഇഷ്ടപ്പെടാനുള്ള കാരണം വിശദീകരിക്കാം. സത്യമല്ലേ നമുക്ക് പറയണ്ടേ, അല്ലേ? നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ നിങ്ങൾ കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇറ്റ് വാസ് വിത്ത് ഡ്യൂ ടു മൈ പാഷൻ ഫോർ കെമിസ്ട്രി എന്ന് പറയുന്ന ആൾക്കാർ, ഓണസ്റ്റ്ലി പറയുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ആക്ച്വലി മൈ ആംബിഷൻ വാസ് ടു ബിക്കം എ MBBS doctor as all decide during the +2 period or whatever. ഒന്നാമത്തെ പ്രാവശ്യം ഞാൻ എഴുതിയപ്പോൾ മൈ റാങ്ക് വാസ് 1600 സംതിങ് ആയിരുന്നു. അന്നത്തെ കാലത്ത് 1600 ആയിരുന്നു. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, MBBS-ന് കിട്ടിയാനെ. പക്ഷേ എൻ്റെ ഡിഗ്രി കാലത്ത് ഞാൻ ഫ്രോഗിനെ ഡിസെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പറയാലോ, നമ്മളിപ്പോൾ ഇൻട്രാക്ഷൻ വലിയ ആളെ കാണാൻ ഒന്നൊന്നും വിചാരിക്കണ്ട. ഐ ആം ട്രീറ്റിംഗ് യു ആസ് മൈ ഓൺ സ്റ്റുഡൻസ്. അപ്പോൾ ഫ്രോഗിനെ ഡിസെക്ട് ചെയ്യണ്ടായിരുന്നു സുവോളജി ലാബിൽ. അതിൻ്റെ സ്കയാറ്റിക് പ്ലക്സസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വെയിൻ ഉണ്ടായിട്ട്, എൻ്റെ അടുത്തുള്ളൊരു വെയിൻ കണ്ടുപിടിക്കണമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ഇറ്റ് വാസ് എ ഡെഡ് ഫ്രോഗ് എന്നാണ്. ആൻഡ് ഹാർട്ട് വാസ് ബീറ്റിംഗ്. അപ്പം അന്ന് മുതൽ എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളോട് ചെയ്യാനുള്ള ധൈര്യമൊക്കെ പോയി. എനിക്ക് മനസ്സിലായി അതെൻ്റെ വഴിയേ അല്ലെന്ന് മനസ്സിലായി. പിന്നെ അതിന് വേണ്ടി ശ്രമിച്ചില്ല. പിന്നെ ടീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ലീസ്റ്റ് പ്രിഫേർഡ് ജോബ് ഫോർ മീ. കാരണം ഐ നെവർ തോട്ട് ദാറ്റ് ഐ വിൽ ബി ഏബിൾ ടു ഫേസ് സംബഡി ആൻഡ് ടോക്ക് സംതിങ്. ഞാൻ അങ്ങനെ ഒരു ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടി. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഐ ഡോണ്ട് സ്റ്റഡി വെൽ. ഞാൻ ഡിഗ്രിയിലൊക്കെ കോളേജിലൊക്കെ ടോപ്പൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ഒതുങ്ങിക്കൂടുന്ന കുട്ടിയായിരുന്നു. ലാസ്റ്റ് ബെഞ്ചിൽ ആരോടും മിണ്ടാണ്ടേ ഇരിക്കുന്ന ഒരു കുട്ടി. ഒരു സത്യം പറയുകയാണെങ്കിൽ ഒരു പാവം കുട്ടി എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് ആൾക്കാരെ അഭിസംബോധന ചെയ്യുന്ന എന്തെങ്കിലും വർത്തമാനം പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ടീച്ചിങ് എൻ്റെ ഒരു കാര്യത്തിലേ ഇല്ലായിരുന്നു. എൻ്റെ PhD കഴിഞ്ഞപ്പോൾ പുറത്ത് പോയുള്ള ഒരു ഓപ്ഷൻ വേണ്ടാന്ന് വെച്ചപ്പം പിന്നെയുള്ളത് നമ്മുടെ നാട്ടിലുള്ളത് നെറ്റൊക്കെ കിട്ടിയതുകൊണ്ട് പിന്നെയുള്ള ജോലി എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്.
അപ്പം അങ്ങനെ ചെയ്ത് കയറിയതാണ്. പക്ഷേ ഇപ്പം എനിക്കറിയാം ടീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജോബ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജോബ്. പിന്നെ റിസർച്ചിനോടുള്ള മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ദർ ആർ സർട്ടൻ പീപ്പിൾ ഹു ഹാവ് ഗോട്ട് ഇമ്മൻസ് പാഷൻ ടുവേർഡ്സ് റിസർച്ച്. ഇപ്പം നമ്മൾ പറയുന്ന രമേശ് സാറൊക്കെ ആണെങ്കിൽ ഒരുപാട് തവണ ഈ 2%-ലൊക്കെ എനിക്ക് തോന്നുന്നു സാർ ഇപ്പോൾ ഒരു 6-7 വർഷമൊക്കെ തുടർച്ചയായി കുറേ വർഷങ്ങൾ സാർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ എത്തിയ ഒരാളല്ല. ഓഫ് കോഴ്സ് ഇപ്പം നല്ല കുഴപ്പമില്ലാതെ റിസർച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം നല്ല വർക്കുകൾ വരുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. ആൻഡ് ഐ ഡോണ്ട് നോ, ഐ ആം കീപ്പിംഗ് യു ഡെസ്പറേറ്റ് ഫോർ ബീങ് ഷോയിങ് നോ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് റിസർച്ച്. റിസർച്ച് എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം ഞാൻ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും റെലവൻ്റ് ആയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോൾ, ഇപ്പം ഞങ്ങളിപ്പോൾ അടുത്ത് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് മെർക്കുറി ഉണ്ടല്ലോ, മെർക്കുറി അറിയാലോ, തെർമോമീറ്ററിലെ ലിക്വിഡ്, ഇറ്റ്സ് എ ലിക്വിഡ് ഓൾവേസ് റൈറ്റ്. അപ്പം നമുക്കതിനെ സോളിഡിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലിക്വിഡും സോളിഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ലിക്വിഡിൽ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് കുറച്ചുകൂടെ ലൂസാണ്, ആൻഡ് ദർ ഇസ് നോ കൃത്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് റൈറ്റ്. ബട്ട് ഇൻ സോളിഡ് വിൽ ഹാവ് ഡെഫിനിറ്റ് പൊസിഷൻസ് ഫോർ ഡെഫിനിറ്റ് ആറ്റംസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ആറ്റം അല്ലെങ്കിൽ 4 ആറ്റത്തിലൂടെ വി ഹാവ് എ പ്ലെയിൻ, അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ ആർക്കും ഉണ്ടാവില്ല, ലിക്വിഡിന് ഉണ്ടാവില്ല. അപ്പോൾ XRD പാറ്റേൺ, നിങ്ങൾ എക്സൈഡ് റിഫ്രാക്ഷൻ സ്റ്റഡീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഷെറർ ഇക്വേഷൻ, ബ്രാഗ്സ് ഇക്വേഷൻ, n λ = 2d sin θ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഡി എന്ന് പറയുന്നത് ഇന്റർപ്ലാനർ ഡിസ്റ്റൻസ് ആണെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്ലെയിൻസ് ഒക്കെ കിട്ടണമെങ്കിൽ ദ മെറ്റീരിയൽ ഷുഡ് ബി എ സോളിഡ് റൈറ്റ്. അപ്പം നമ്മൾ ക്വാണ്ടം ഡോട്ട് എന്ന് പറയും. ക്വാണ്ടം ഡോട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നാനോ മെറ്റീരിയൽസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് നാനോ മെറ്റീരിയൽസ്? എത്രയാണ് അതിൻ്റെ സൈസ് റെജീം? 100. സാധാരണ പറയുന്നത് 100 നാനോമീറ്ററിന് താഴെയുള്ളതെന്ന് പറയുന്ന. നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വസ്തു ഏതാണ്? ഇത് എൻ്റെ ഇൻ്റർവ്യൂ ഒന്ന് മാറിപ്പോകുന്നുണ്ടെ പറയണേ. ഏതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വസ്തു? എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ അടുത്ത് വരുന്നവർ, ചിലപ്പം കുറച്ചുകൂടെ ഉണ്ടാവും. നമ്മൾ ചിലന്തി വലയുണ്ടല്ലോ, സ്പൈഡർ വെബ്, നമ്മൾ കാണുന്ന അത്ര വലുപ്പമാനില്ല. ഇറ്റ്സ് ആക്ച്വലി ഡ്യൂ ടു ദ ഇൻറ്ററാക്ഷൻ വിത്ത് ലൈറ്റ് ദാറ്റ് വി ആർ ഏബിൾ ടു സീ ദ മെറ്റീരിയൽ. അപ്പോൾ നാനോ മെറ്റീരിയൽസ്, അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഗ്രാഫീനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഗ്രാഫീൻ്റെ 2 ലെയേഴ്സിൻ്റെ ഇടയിൽ മെർക്കുറി ആറ്റംസ് വരുവാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് ഒരു 10,000 ടൈംസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടും. ദാറ്റ് ഈസ് എ പ്രഷർ ജനറേറ്റഡ് ബിറ്റ്വീൻ 2 ഗ്രാഫീനിക് ലെയേഴ്സ് എന്ന് പറയുന്നത് ഒരു അറ്റ്മോസ്ഫിയർ സാധാരണ ഈ നിലയിലുള്ള പ്രഷറിനേക്കാൾ ഒരു 10,000 ടൈംസ് കൂടുതലായിരിക്കും. നമുക്കിപ്പോൾ വെള്ളത്തിനെ നമുക്ക് ഐസാക്കി വരണമെങ്കിൽ 2 കണ്ടീഷൻസ് ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക വെള്ളത്തിനെ ഐസാക്കണമെങ്കിൽ? ഹൗ യു ആർ മേക്കിംഗ് വാട്ടർ, ലിക്വിഡ് വാട്ടർ ടു സോളിഡ് ഐസ്? ടെമ്പറേച്ചർ കുറക്കാം അല്ലേ, അതൊരു മെത്തേഡാണ്. ടെമ്പറേച്ചർ കുറച്ചിട്ട് നമുക്കൊരു മെറ്റീരിയലിനെ സോളിഡ് ആക്കാം. അടുത്തതെന്ന് പറയുന്നത് പ്രഷർ കൂട്ടിയിട്ടാണ്. പ്രഷർ കൂട്ടിയാലും ഒരു മെറ്റീരിയൽ നമുക്ക് സോളിഡ് ആക്കാം. അപ്പോൾ മെറ്റീരിയലിന് നമ്മളുടെ മെർക്കുറിയുടെ കേസിൽ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് റൂം ടെമ്പറേച്ചറിലാണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കുറയുന്നതല്ല അവിടെ മെർക്കുറി സോളിഡിഫൈ ചെയ്യാനുള്ള കാരണം. അപ്പം നമ്മൾ അടുത്ത ഫാക്ടറിലേക്ക് പോയി പ്രഷർ കൂടുന്നതാണെന്ന്. അപ്പം ഞാൻ കണ്ടുപിടിച്ചു, നമ്മൾ കുറേ ലിറ്ററേച്ചറൊക്കെ സെർച്ച് ചെയ്യേണ്ടി വരും, വായിക്കേണ്ടി വരും ഒരുപാട്. ആൻഡ് വി ഫൗണ്ട് ദാറ്റ് ഇങ്ങനെയുള്ള ഗ്രാഫീനിക് ലെയേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഒരു 10,000 ടൈംസ് പ്രഷറൊക്കെ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ട്രാപ്ഡായി പോകുന്ന മെർക്കുറി എന്തായിട്ട് ഫോർമേഷൻ നടക്കും, സോളിഡായിട്ട് ഫോം ചെയ്യും. ആൻഡ് ആ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത് കിട്ടിയതാണ്. അത് നല്ലൊരു അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട വർക്കായിരുന്നു. അങ്ങനെയുള്ള റിസൾട്ടൊക്കെ കിട്ടുമ്പം വി വിൽ ഹാപ്പി. മിസ്സിന്റെ ലാബിൽ ഇപ്പൊ നടക്കുന്ന വർക്ക് ഏതാണ്? ഇപ്പം നടക്കുന്ന വർക്കുകളാണോ? ഇപ്പം നടക്കുന്ന വർക്കുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഞങ്ങൾ സെൻസർ ഡെവലപ്പ് ചെയ്യുന്ന. സെൻസർ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എ സെൻസർ? സെൻസറിനുള്ള എന്തെങ്കിലും മെറ്റീരിയൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? സെൻസറിൽ എന്തെങ്കിലും മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല ഇടി വെച്ച് തരേണ്ട കുട്ടികളാന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം സെൻസർ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? Are you using mobile phone? Is it a sensor? It can sense what all things? ടച്ച് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യു ആർ ടച്ചിങ് ദ ഫോൺ ആൻഡ് യു ആർ ഗിവിങ് ഡയറക്ഷൻസ് റൈറ്റ് ആണല്ലോ. നമ്മളുടെ ബോഡിയിൽ സെൻസസ് ഉണ്ട്, അറിയോ? യുവർ ഐസ് ആർ സെൻസിങ് വാട്ട്? ലൈറ്റ്. യുവർ നോസ് ഈസ് സെൻസിങ് വാട്ട്? സ്മെൽ. ആൻഡ് യുവർ ടങ് ഈസ് ടേസ്റ്റിംഗ്
ഒരു ലാർജ് നമ്പർ ഓഫ് ടേക്സ്. പിന്നെ സ്കിൻ, ഇറ്റ്സ് എ സെൻസർ. ഇപ്പോൾ സെൻസറി ഓർഗൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇയർ എന്താണ്, സൗണ്ട്. എന്തിനോടെങ്കിലും റെസ്പോൺസ് കാണിക്കുന്നതിന് നമ്മൾ സെൻസറിനെ വിളിക്കും. മൊബൈൽ ഫോണിലുണ്ട്, എവിടെല്ലാം റിമോട്ടിലുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് എൻട്രൻസിൽ ചെല്ലുമ്പോൾ ഡോർ ഓട്ടോമാറ്റിക്കലി എന്താണ് ഓപ്പൺ ആവുന്നുണ്ട്. ഇറ്റ്സ് എ സെൻസിങ്, റൈറ്റ്? അപ്പോൾ സെൻസർ കേട്ടിട്ടില്ല എന്ന് പറയരുത്. ഞങ്ങൾ ചെയ്യുന്നത് സെൻസറാണ്. നമ്മൾ ചെയ്യുന്നത് ഒപ്റ്റിക്കൽ സെൻസിങ് എന്ന് പറഞ്ഞാൽ. ഒപ്റ്റിക്കൽ സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിനെ സെൻസ് ചെയ്യാന്നർത്ഥം. അതിൽ ചെയ്യുന്നത് ഒന്ന് കാർബൺ നാനോ ഡോട്ട്സ് എന്ന് പറഞ്ഞിട്ട് കാർബണിൻ്റെ നാനോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ. 10 നാനോമീറ്ററിനേക്കാളും കുറഞ്ഞ സൈസുള്ള കാർബണിൻ്റെ പാർട്ടിക്കിൾസ്. അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഹൈലി ലൂമിനസെൻ്റ് ആണ്. ലൂമിനസെൻസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? വാട്ട് ഇസ് ലൂമിനസെൻസ് ഓർ ഫ്ലൂറസെൻസ്? ലൂമിനസെൻസ് ചുമ്മാ പറഞ്ഞ എന്താ അർത്ഥം? വെറുതെ ലൂമിനസെൻസ് എന്താ അതിൻ്റെ അർത്ഥം? ബോയ്സ് പറയൂ. വാട്ട് ഇസ് ലൂമിനസെൻസ്? ലൂമിനസെൻസ് പറഞ്ഞാൽ ജസ്റ്റ് എമിഷൻ ഓഫ് ലൈറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഫോട്ടോ ലൂമിനസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിഷൻ ഓഫ് ലൈറ്റിന് ലൈറ്റ് കാരണമാണ് പറയും. ഇനി ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? ലൈറ്റ്, വാട്ട് ഇസ് ലൈറ്റ്? എന്തിനാണ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്? എക്സ്റേനെ നമ്മൾ ലൈറ്റ് എന്ന് വിളിക്കുമോ? ലൈറ്റ് എന്ന് ആക്ച്വലി നമ്മൾ വിളിക്കുന്നത് വിസിബിൾ ലൈറ്റിനെയും യു വിയുടെ ചെറിയൊരു റീജിയനെയും കൂടിയിട്ടേ ലൈറ്റ് എന്ന് പറയുള്ളൂ. ആൻഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കെമി ലൂമിനസെൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ പഠിക്കുന്നത് ഫോട്ടോ ലൂമിനസെൻസ് ആണ്. അതായത് ലൈറ്റ് കൊടുത്തിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. നമ്മൾ കണ്ടില്ലേ, നമ്മളുടെ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഫ്ലൂറസെൻസ് സൈൻ ബോർഡ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ രാത്രിയൊക്കെ പോകുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിരിക്കുമല്ലോ. സോ ഇറ്റ്സ് എ ഫ്ലൂറസെൻസ്. അപ്പം അങ്ങനെയുള്ള കാർബൺ ഡോട്ട് എന്ന് പറഞ്ഞ സാധനങ്ങൾ നല്ല ലൂമിനസെൻ്റ് ആണ്. അപ്പോൾ അവരുടെ ലൂമിനസെൻസ് മാറ്റം വരുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മോളിക്യൂൾ നമുക്കുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് സെൻസിങ് ദാറ്റ് മോളിക്യൂൾ എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഗ്രാഫീൻ ബേസ്ഡ് സിസ്റ്റംസിൻ്റെ എന്താ പറയുന്നത്, അറ്റ്മോസ്ഫറിക് വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയും. വാട്ടർ ഹാർവെസ്റ്റ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്, നമുക്ക് വാട്ടർ സ്കേഴ്സിറ്റിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഫ്രഷ് വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറയും. നമുക്ക് ശുദ്ധജലത്തിനുള്ള ലഭ്യതയുടെ കുറവ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് വാട്ടർ സോപ്ഷൻ കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ വാട്ടർ വലിച്ചെടുക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു മെറ്റീരിയൽ എടുത്തിട്ട് വി ആർ എക്സ്പോസിങ് ഇൻ ടു അറ്റ്മോസ്ഫിയർ. രാവിലെ അല്ലെങ്കിൽ ഹൈലി ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ് ചെയ്യും. സോ ദാറ്റ് ദ മെറ്റീരിയൽ ഈസ് ഏബിൾ ടു അബ്സോർബ് വാട്ടർ. എന്നിട്ടങ്ങനെ നമ്മൾ കുറച്ചൊരു ഫോട്ടോൺസിന്, അതായത് ലൈറ്റിനെ നമ്മളതിനെ ഒന്ന് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഏബിൾ ടു റിലീസ് ദ വാട്ടർ. അപ്പം അങ്ങനെയുള്ള വാട്ടർ ഷോർട്ടേജുള്ള ദൂരെയുള്ള സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ അറ്റ്മോസ്ഫറിക് വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് വാട്ടറിനെ നമുക്ക് ലഭ്യമാക്കാനുള്ള ഒരു മെത്തേഡായിട്ട് ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലാബ് സ്കെയിലിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ഗ്രാഫീൻ എന്ന് പറഞ്ഞ മെറ്റീരിയലിൽ ഒരു കമ്പോണൻ്റ് ആണ്. ഗ്രാഫീൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രകാശത്തിനെ വലിച്ചെടുത്തിട്ട് ചൂട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചിട്ട് ഫോട്ടോ തെർമൽ കൺവേർഷൻ എന്ന് പറയും. അതായത് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ചൂട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ചൂട് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ മെറ്റീരിയൽ വെള്ളത്തിന് പുറത്തേക്ക് വിടുന്നത്. അതാണ് ഒന്ന്. പിന്നെ ഉണ്ടായിരുന്നത് കുറച്ച് കറ്റാലിസിസ് ചെയ്യുന്നുണ്ട്. കറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറ്റാലിസിസ് പഠിച്ചിട്ടില്ലേ? കറ്റാലിസിനെ കേട്ടിട്ടില്ലേ? വാട്ട്സ് എ കാറ്റലിസ്റ്റ്? റിയാക്ഷൻ്റെ റേറ്റ് എൻഹാൻസ് ചെയ്യും. അപ്പം കുറച്ച് ഹെട്രോജിനസ് കാറ്റലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹെട്രോജിനസ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ഫേസിലായിരിക്കും. അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്തിടെ ആയിട്ട് എനർജീൻ്റെ കൊണ്ട് സൂപ്പർ കപ്പാസിറ്ററിൻ്റെ കുറച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് റിസർച്ച് ഏരിയ. മിസ്സിന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരു ബെസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് പേഴ്സണൽ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? റിസർച്ചിലാണോ? റിസർച്ചിലായിട്ട് എനിക്ക് സന്തോഷമുള്ള 2 റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒന്ന് പറഞ്ഞ മെർക്കുറിയുടെ ഒന്നാണ്. പിന്നെ ഒന്ന് 2016 നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് പഞ്ചസാര, ടേബിൾ ഷുഗർ യൂസ് ചെയ്തിട്ട് കാർബൺ ഡോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് ലെഡ് അയോൺ. ലെഡ് ഒരു ടോക്സിക് അയോൺ ആണ്. അത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും ഉണ്ടോ എന്നുള്ളതും ടെർബിഡിമെട്രി വെച്ചിട്ട് നമുക്ക് അതിനെ എത്ര ഉണ്ടെന്ന് ക്വാണ്ടിഫൈ ചെയ്യാനും പറ്റും. അത് ലെഡ് എന്ന് പറയുന്നത് നമ്മുടെ പൈപ്പ് ലൈൻസിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ലെഡ് കണ്ടെയ്നിങ് ആയതുകൊണ്ട് അതൊരു ഹൈലി ടോക്സിക് മെറ്റീരിയൽസ് ആണ് വെൻ ഇറ്റ് കംസ് ടു ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ നമ്മളുടെ ആ കാർബൺ ഡോട്ട് ഉപയോഗിച്ചിട്ട് ലെഡ് കണ്ടെയ്നിങ് സൊല്യൂഷനിലാണെങ്കിൽ കാർബൺ ഡോട്ട് ഒഴിക്കുമ്പോൾ ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ ടർബിഡ് സൊല്യൂഷൻ. ഉടനെ തന്നെ നമുക്ക് ഒരു പ്രസിപ്പിറ്റേറ്റ് മാതിരി കാണാൻ പറ്റുമായിരുന്നു. അതെന്ന് പറയുന്നത് നമുക്ക് ലെഡ് എമൗണ്ട് എത്രയാണോ അളവ് ആവശ്യം മാക്സിമം പറ്റുക, അതിൽ കൂടുതലാണെങ്കിൽ അതിനുശേഷം പ്രസിപ്പിറ്റേഷൻ കാണിക്കും. സോ ഒരു എന്താ പറയുക, സേഫായിട്ട് നമുക്ക് ലെഡ് ഫ്രീ ആണോ എന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും.
അതും ഇപ്പം ഞാൻ പറഞ്ഞ മെർക്കുറിയുടെ റിസൾട്ടും. മാം നാനോ മെറ്റീരിയൽസിന്റെ ഉം. ഇതില് റിസർച്ച് ചെയ്തെന്ന് പറഞ്ഞല്ലോ, അതിനെ പറ്റിയൊന്ന് വിശദീകരിക്കാം. നാനോ മെറ്റീരിയൽസ് എന്നുള്ള ഏരിയ പറഞ്ഞാൽ ഞാൻ എൻ്റെ PhD ചെയ്തിട്ടുണ്ടായിരുന്നത് കറ്റാലിസിസ് ഒക്കെയാണ്. കറ്റാലിസിസ് അറിയാലോ, സുഗുണ സാറിൻ്റെ കൂടെ, സൗമ്യയുടെ എൻ്റെയും ഗൈഡിൻ്റെ കൂടെ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ റിസർച്ച് തുടങ്ങാൻ നമ്മൾ അന്ന് 2004 ഫെസിലിറ്റി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ആക്ച്വലി നാനോ മെറ്റീരിയൽസ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത് തുടങ്ങിയതല്ല. എനിക്ക് ആകെ അന്നറിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് PhD ശേഷമുള്ള കാര്യങ്ങളാണ്. സോ ആഫ്റ്റർ ഒരു 1 or 2 years ഞാൻ അതിനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷെ അതിന് വേണ്ട ഫെസിലിറ്റി ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് സാധാരണഗതിയിൽ കുറച്ചും കൂടെ ഞാൻ പറയുകയാണെങ്കിൽ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് ലൂമിനസെൻസ് എന്ന് പറയുന്നത് കളറും ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഐ ഓൾവേസ് ലവ് ദാറ്റ് ഏരിയ. അത് ചൈൽഡിഷ് ആർഗ്യുമെൻ്റ് ആയിരിക്കും, പക്ഷേ ലൂമിനസെൻസിൻ്റെ കാര്യം വരുമ്പോൾ ഐ ആം ഓൾവേസ് ഹാപ്പി. അപ്പോൾ അങ്ങനെയാണ് ലൂമിനസെൻസിലും കാര്യങ്ങളൊക്കെ എത്തിയത്. ബാക്കി ഏരിയ നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഏരിയയാണ് അറ്റ്മോസ്ഫിയറിക് വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒക്കെ അങ്ങനെ വന്നതാണ്. ഞാൻ ഗ്രാഫീനിൽ എത്തിച്ചേർന്നതും ഞാനിവിടെ 2016 ഞാനാണ് ആദ്യമായിട്ട് ഇവിടെ ഗ്രാഫീനിൽ റിസർച്ച് തുടങ്ങിയത്. അതിൻ്റെ സ്റ്റുഡൻറ്റ് അഞ്ജു എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. ഷി വാസ് സോ, എന്താ പറയുക, നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. എന്താണ് ഗ്രാഫീൻ എന്നൊക്കെ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ പഠിച്ച് വന്നിട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു 0 എന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഗ്രാഫീനായിരുന്നു അന്ന്. അപ്പം അങ്ങനെ ഓരോ ഏരിയയിൽ എത്തിച്ചേർന്നാണ്. ഇപ്പം നമ്മൾ വായിക്കും ഏതാണ് നമുക്ക് കുറച്ചും കൂടെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് ഓരോന്ന് അങ്ങനെ മൂവ് ചെയ്ത് പോവുക ചെയ്യുന്നത്. ഈ വരുന്ന കാലങ്ങളിൽ ഈ നാനോ മെറ്റീരിയൽസിന്റെ സാധ്യതകളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സാധ്യതകൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ റിസർച്ചിൽ ത്രസ്റ്റ് ഏരിയാസ് എന്ന് പറയുന്ന എപ്പോഴും ഉണ്ടാകുന്ന ഒന്ന്, നമ്മളുടെ ഹെൽത്ത്, ഡ്രഗ് ഡിസ്കവറി, അതിന് AI അസിസ്റ്റൻസ് ഉള്ള ഡ്രഗ് ഡിസ്കവറി എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബൂം വരും. പിന്നെ ഓൾവേസ് ലൈം ലൈറ്റിലും ഹോട്ട് ഏരിയാസ് എന്ന് പറയുന്ന ഒന്ന് എൻവയൺമെൻറ്റൽ, എപ്പോഴും അതെ, നമ്മുടെ എൻവയൺമെൻറ്റിലേക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് ഡിറ്റീറേഷൻ വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. എൻവയൺമെൻറ്റൽ ഉണ്ട്. പിന്നെ ഉണ്ടാകുന്ന ഗ്രീൻ കെമിസ്ട്രി ഉണ്ട്. നമ്മളുടെ ഈ ഗ്ലോബിനെ നമ്മൾ തന്നെ മോശമാക്കുന്നു എന്നുള്ള കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഗ്രീൻ കെമിസ്ട്രി കാര്യങ്ങളും ഓൾവേസ് പ്രിഫേർഡ് ആണ്. ഡ്രഗ് ഡിസ്കവറി, മെഡിക്കൽ, ആ രീതിയിൽ AI അസിസ്റ്റൻസ് വരുവാണെങ്കിൽ ഒരുപാട് ഭൂമി വരുന്ന ഏരിയാസാണ്. പിന്നെ വേറബിൾ ഡിവൈസസ് എന്നൊക്കെ പറയും, നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. വേറബിൾ ഡിവൈസസ് എന്ന് പറയും, നമുക്ക് നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഒരു ഡിവൈസ് വെച്ച് നമ്മുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്യാം, മൊത്തം കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഫ്ലെക്സിബിൾ ഇലക്ട്രോണിക്സ്, അതൊക്കെ ഒരുപാട് സാധ്യതകളിലാണ്. റൈറ്റ്. മിസ് 2025 അഡ്വാൻസ്ഡ് മെറ്റീരിയൽ ഇന്നോവേഷൻ അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ അവാർഡ് കിട്ടിയപ്പോൾ മിസ്സിനുണ്ടായിരുന്ന ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം തോന്നിയെന്ന് പറയും. പിന്നെ എന്താ പറയുന്നത്, നമ്മളിവിടെ ഉണ്ടെന്ന് പറയട്ടെ, സത്യസന്ധമായിട്ടല്ലേ പറയേണ്ടത്, നമ്മളിവിടെ ഉണ്ട് എന്നുള്ള കാര്യം കുറച്ച് പേര് അറിഞ്ഞു. സാധാരണഗതിയിൽ നമ്മളുടെ വർക്കുകൾക്ക് ഒരുപാട് പബ്ലിസിറ്റി ഒന്നും കൊടുക്കാറില്ലായിരുന്നു. ജനറലി നമ്മളൊന്നും ചെയ്യാറില്ല. വി ആർ ഡൂയിങ് സംതിങ് ഹിയർ, വി വിൽ ഗെറ്റ് ഗുഡ് റിസൾട്ട്സ് ആൻഡ് ഐ ഡോണ്ട് ഡു എനിത്തിങ് ടു പബ്ലിസൈസ് മൈ വർക്ക്. ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കുറേ ആൾക്കാർ ഇവരൊക്കെ നിർബന്ധിച്ച് നമ്മൾ പത്രത്തിലൊക്കെ കൊടുത്തു, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കൊടുത്തു. അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാർ ഡോക്ടർ രേണുക ഈസ് ഹിയർ ആൻഡ് ഷീ ഈസ് ഡൂയിങ് സംതിങ് എന്നറിഞ്ഞു. അതൊക്കെ തന്നെ. പിന്നെ നമുക്ക് ഉള്ളൊരു കാര്യം വെച്ചാൽ എല്ലാ റെക്കഗ്നീഷൻസും നമുക്ക് ഒരുതരം റെസ്പോൺസിബിലിറ്റി ആണ്. നമുക്ക് എന്തെങ്കിലും കൂടുതൽ നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്നെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി വരും. ഐ വിൽ ട്രൈ ഫോർ ദാറ്റ്. താങ്ക് യു മിസ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പോവാം. വരും വർഷങ്ങളിൽ റിസർച്ചിൽ കുട്ടികൾ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ അങ്ങനെ കൂടുതലും നമ്മളിപ്പം ഞാൻ പറഞ്ഞ ഏരിയാസ് ഒക്കെ തന്നെയാണ് ഉണ്ടാവുന്നത്. ഒന്ന് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ് ഡിസ്കവറിയും കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് വരിക. ബാക്കി എൻവയൺമെൻറ്റൽ ഈസ് ഓൾവേസ് ദർ. ഇപ്പോൾ നമ്മളുടെ എല്ലാത്തിനും AI ആണ്, നിങ്ങൾക്കറിയാമല്ലോ. ChatGPT ആയിരിക്കും നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നൊരു കാര്യം. എൻ്റെ അഡ്വൈസ്, എപ്പോഴും നമ്മൾ ChatGPTക്ക് പുറകെ പോകരുത് കേട്ടോ, അസൈൻമെൻ്റ് ഒക്കെ വരുമ്പോൾ. കാരണം അതിനുണ്ടാകുന്ന അറിവിനേക്കാൾ എത്രയോ ടൈംസ് നമ്മളുടെ ബുക്സിലുണ്ടാവും. അത് ബുക്സ് വായിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോയെന്ന് അറിയില്ല. നമ്മളുടെ കുട്ടികൾക്ക് സമയം തീരെ കുറവാണ്. ലൈബ്രറിയിൽ കുട്ടികൾക്ക് കയറുന്നേ ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പം ഓൾവേസ് ട്രൈ ടു റീഡ് ടെക്സ്റ്റ് ബുക്ക് റദർ ദാൻ സെർച്ചിങ് ഇൻ ദ നെറ്റ്. കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് എപ്പോഴും നെറ്റിൽ നിന്ന് കിട്ടുന്ന. ഇനി സമയം ഇല്ലെങ്കിൽ ChatGPTയും നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇത് എൻ്റെ കുട്ടികളോട് ഞാൻ പറയുന്നതാണ്, ഈവൻ ടു മൈ PhD സ്റ്റുഡൻസ്.
ഐ സേ ദാറ്റ് അവർ നമുക്ക് പബ്ലിക്കേഷന് വേണ്ടിയിട്ട് പേപ്പേഴ്സൊക്കെ എഴുതി തരുമ്പോൾ നൗ ദർ ആർ നോ മിസ്റ്റേക്സ്. പണ്ടാണെങ്കിൽ നമ്മൾ ഒരുപാട് കറക്ഷൻസ് ഒക്കെ വരുമായിരുന്നു. ഇപ്പം ലാംഗ്വേജ് എഡിറ്റിംഗ്, ഗ്രാമർ കറക്ഷൻ ഒക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് ഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടി ഷ്രിങ്ക് ആവും വരും തലമുറയിൽ, അത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ കോവിഡിന് ശേഷം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, കുട്ടികൾക്കൊക്കെ ഇപ്പം തിക്കായിട്ടുള്ള ഗ്ലാസ് വെക്കേണ്ട അവസ്ഥയില്ല കുഞ്ഞു കുട്ടികൾക്ക്. നിങ്ങൾക്കറിയില്ല, എല്ലാവരുടെയും മീഡിയം പഠിക്കാൻ വേണ്ടി നമ്മൾ മൊബൈൽ ഫോൺ എടുത്തു കൊടുത്തിട്ടാണ് എല്ലാ കുട്ടികളും പഠിച്ചിട്ടുണ്ടാവുന്നത്. അപ്പം അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ അഡ്വാൻസിൻ്റെ ദോസ് ആർ ഓൾസോ ദർ, റൈറ്റ്? താങ്ക് യു മാം, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വിലപ്പെട്ട സമയം മാറ്റിവെച്ചതിന് താങ്ക് യു സോ മച്ച്. ഷുവർ, സന്തോഷം. കുട്ടികളെ കാണാന്നുള്ളത് നമുക്ക് എപ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നല്ല ഉഷാറാവട്ടെ. ബെസ്റ്റ് വിഷസ് ഫോർ ഓൾ. മേ ഓൾ യുവർ എന്താ പറയുക ആംബിഷൻസ് കം ട്രൂ. എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ജോലി, വാട്ട് എവർ ഈസ് ദ ജോബ് ദാറ്റ് യു ഗെറ്റ്, അവിടെ സന്തോഷമായിരിക്കണമെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ആത്മാർത്ഥത ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ബി ഹാപ്പി ഇൻ ഓൾ പ്ലേസസ്. നമ്മൾ പിന്നെ ഒരു റിഗ്രറ്റ് ഇല്ലാണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിട്ടില്ല. നമുക്ക് എപ്പോഴാണ് നമുക്കൊരു ഡെസ്പായി പോകുക അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വരിക എന്നുള്ളത്, ദുഃഖം വരുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി വിൽ ഫീൽ ബാഡ്. അപ്പോൾ എവിടെ എത്തിക്കഴിഞ്ഞാലും നല്ല എന്താ പറയുക ആത്മാർത്ഥതയോടെ ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ലത് വരട്ടെ. റൈറ്റ്.